നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. പുരാതന ഗ്രന്ഥങ്ങളിലെ കൗതുകകരമായ കഥകളാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏലിയാവിന്റെ വെളിപാട് എന്നറിയപ്പെടുന്ന, അധികമാരും കേട്ടിട്ടില്ലാത്ത പക്ഷേ വളരെ നാടകീയമായ ഒരു അന്ത്യകാല പ്രവചനത്തെക്കുറിച്ചാണ്. ഈ പ്രവചനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ലോകത്തിനൊരു മുന്നറിയിപ്പ് തരുന്നു. പിന്നെ വഞ്ചകരായ ചിലർ വരുന്നു. അതിനുശേഷം അധർമ്മിയുടെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. ഒടുവിൽ അവനോട് പോരാടാൻ പ്രവാചകന്മാർ മടങ്ങിവരുന്നതും അഗ്നികൊണ്ടുള്ള അന്തിമവിധിയും. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. സാധാരണ നമ്മൾ കേൾക്കുന്ന അന്ത്യകാല പ്രവചനങ്ങൾ പോലെ തീയും ഭയവും ഒന്നുമല്ല ഇതിന്റെ തുടക്കം. മറിച്ച് വിശ്വസിക്കുന്നവർക്ക് ഒരു വലിയ പ്രതീക്ഷയും ലോകത്തിന് സ്നേഹത്തോടെയുള്ളൊരു മുന്നറിയിപ്പും നൽകിക്കൊണ്ടാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത്. അതിതിനെ തുടക്കത്തിലെ കുറച്ച് വ്യത്യസ്തമാക്കുന്നുണ്ട്. കണ്ടില്ലേ, തുടക്കത്തിലെ നമ്മളോടൊരു കാര്യം വ്യക്തമാക്കുകയാണ്. നമ്മുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്ന്, ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ വീഴുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. ഏത് തിരഞ്ഞെടുക്കണം എന്ന ചോദ്യം ആദ്യമേ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഇനി ഇതിലെ ഏറ്റവും രസകരമായൊരു കാര്യമെന്താണെന്ന് വെച്ചാൽ ഉപവാസത്തിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്. ഇതൊരു വെറും പുണ്യകർമ്മം മാത്രമല്ല, മറിച്ച് പാപങ്ങൾ മോചിപ്പിക്കാനും രോഗങ്ങൾ മാറ്റാനും, എന്തിന് ഭൂതങ്ങളെ വരെ പുറത്താക്കാൻ ശക്തിയുള്ള ഒരു ആത്മീയ ആയുധമായിട്ടാണ് ഉപവാസത്തെ ഇവിടെ കാണുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? വെറുതെ സ്വർഗ്ഗത്തില് സിംഹാസനവും കിരീടവും മാത്രമല്ല, അവരുടെ നെറ്റിയിൽ ദൈവത്തിന്റെ പേരെഴുതും വലതുകൈയിലൊരു മുദ്രയുണ്ടാകും. അവർക്ക് പിന്നീട് വിശപ്പും ദാഹവും ഉണ്ടാകില്ല. ഏറ്റവും പ്രധാനമായിട്ട് അധർമ്മപുത്രന് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരി, ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഈ പ്രവചനം പറയുന്നതനുസരിച്ച് ലോകത്തെ കുഴപ്പങ്ങളുണ്ടാക്കാൻ വേണ്ടി ഒരു കൂട്ടം വഞ്ചകരായ ഭരണാധികാരികൾ വരും. ആരാണിവർ? നമുക്ക് നോക്കാം. ഈ ടൈം ലൈൻ കണ്ടാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകൂ. ആദ്യം വടക്ക് നിന്ന് യുദ്ധവുമായി അസീരിയയിലെ രാജാവ് വരുന്നു. പിന്നെ സമാധാനത്തിന്റെ പേര് പറഞ്ഞ് പടിഞ്ഞാറ് നിന്ന് ഒരു വഞ്ചകനായ ഭരണാധികാരി വരും. ഒടുവിലാണ് ഈ കഥയിലെ ഏറ്റവും വലിയ വില്ലൻ, അധർമ്മപുത്രന്റെ വരവ്. ഇങ്ങനെ പടിപടിനായിട്ടാണ് തിന്മ വളരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സമാധാനത്തിന്റെ രാജാവ് എന്ന പേരിൽ വരുന്ന ആളാണ് ഏറ്റവും വലിയ ചതി ചെയ്യുന്നത്. വിശുദ്ധ സ്ഥലങ്ങളെ കബളിപ്പിച്ച് കൈക്കലാക്കും, ജ്ഞാനികളെ പിടികൂടും, ഒടുവിൽ സ്വന്തം മകൻ തന്നെ അയാളെ കൊല്ലും. അതായത് പുറമേ കാണുന്ന നന്മയുടെ ഉള്ളിൽ വലിയ തിന്മ ഒളിഞ്ഞിരിക്കാം എന്നൊരു സൂചനയാണത്. അങ്ങനെ നമ്മൾ ഈ കഥയിലെ പ്രധാന വില്ലനിലേക്കെത്തുകയാണ്. അധർമ്മപുത്രൻ. ആരാണിയാൾ? അവനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഈ ഗ്രന്ഥം അതിന് വളരെ വ്യക്തമായ ചില അടയാളങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവന്റെ ശക്തി എത്രത്തോളമുണ്ടെന്ന് കാണിക്കാൻ ഈയൊരു വാചകം മാത്രം മതി. ഒന്നാലോചിച്ചു നോക്കൂ. സൂര്യനോട് വീഴാൻ പറഞ്ഞാൽ വീഴും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ദൈവീക ശക്തികളെ അനുകരിച്ച് അത്ഭുതങ്ങൾ കാണിച്ച് ആളുകളെ കബളിപ്പിക്കുകയാണ് അവൻ ചെയ്യുന്നത്. യഥാർത്ഥ ക്രിസ്തുവിനെ എങ്ങനെ ഈ വ്യാജനിൽ നിന്ന് തിരിച്ചറിയാം? അതിനും ഈ ഗ്രന്ഥം വഴി പറയുന്നുണ്ട്. അധർമ്മപുത്രൻ കടലിനു മുകളിലൂടെ നടന്ന് അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തു വരുന്നത് പ്രാവുകളുടെ കൂട്ടത്തോടൊപ്പമായിരിക്കും, സ്വർഗ്ഗത്തിലൂടെയായിരിക്കും നടക്കുക. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ ആളുകൾക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കാം. എന്നാൽ അവന് ഒളിപ്പിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതാണവന്റെ ശരിക്കുള്ള രൂപം. ഈ അടയാളങ്ങൾ വളരെ വിചിത്രമാണ്. മെലിഞ്ഞ കാലുകൾ, കഷണ്ടിയുള്ള തലയിൽ കുറച്ച് നരച്ച മുടി, പുരികങ്ങളാണെങ്കിൽ ചെവി വരെ എത്തും, കൈകളിൽ കുഷ്ഠത്തിന്റെ പാടുണ്ടാകും. അവൻ എന്ത് രൂപം മാറിയാലും തലയിലെ ഈ അടയാളങ്ങൾ മാറ്റാൻ കഴിയില്ല. പക്ഷേ എല്ലാത്തിനും ഉപരിയായി ഒരൊറ്റ കാര്യമുണ്ട്. അവനെക്കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അവൻ എന്ത് അത്ഭുതം വേണമെങ്കിലും കാണിക്കാം, പക്ഷേ മരിച്ചവരെ ഉയിർപ്പിക്കാൻ അവന് കഴിയില്ല. കാരണം ജീവൻ നൽകാനുള്ള കഴിവ് ദൈവത്തിൻ്റേത് മാത്രമാണ്. അത് അനുകരിക്കാൻ അവനാവില്ല. അവനെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ അടയാളം ഇതാണ്. അധർമ്മപുത്രന്റെ ഭരണം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ വിശുദ്ധരെയൊക്കെ അവൻ ഉപദ്രവിക്കാൻ തുടങ്ങും. അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ് വരികയാണ്. ഈ തിന്മയെ നേരിടാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ചിലർ നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിവരുന്നു. അവനെ ആദ്യമായിട്ട് നേർക്കുനേർ ചോദ്യം ചെയ്യുന്നത് തബിത എന്നൊരു കന്യകയാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ അവനെ അധർമ്മപുത്ര എന്ന് വിളിക്കുന്നു. അവൻ അവളെ കൊല്ലും, പക്ഷെ അവൾ അത്ഭുതകരമായി ഉയർത്തെഴുന്നേൽക്കും. അവളുടെ ആ ധൈര്യം മറ്റുള്ളവർക്ക് വലിയൊരു പ്രചോദനമാകും. തബിതയ്ക്ക് ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ 2 പ്രവാചകന്മാർ, ഏലിയാവും ഹാനോക്കും, ഈ പോരാട്ടത്തിൽ ചേരാനായി തിരിച്ചെത്തുന്നു. അവർ നഗരത്തിലെ ചന്തയിൽ വെച്ച് അവനെ നേരിട്ട് വെല്ലുവിളിക്കുകയാണ്. വിശുദ്ധരുടെ കൂടെ നിൽക്കാൻ നിനക്ക് നാണമില്ലേ? നീ ഒരു പിശാചാണ്. അധർമ്മപുത്രൻ അവരെയും കൊല്ലുന്നു. 7 ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ അവരുടെ മൃതദേഹങ്ങൾ 3.5 ദിവസം ആ തെരുവിൽ കിടക്കും, എല്ലാവരും കാണുകെ. എല്ലാവരും വിചാരിക്കും, കഴിഞ്ഞു,
നന്മ തോറ്റെന്ന്. പക്ഷെ അങ്ങനെയല്ല. 4-ാം ദിവസം അവരുയിർത്തെഴുന്നേൽക്കും, എന്നിട്ട് അവനെ വീണ്ടും ശകാരിക്കും. അവരുടെ മരണം ഒരു പരാജയമായിരുന്നില്ല, അതൊരു വലിയ സാക്ഷ്യമായിരുന്നു. ഈ പ്രവാചകരുടെ പുനരുത്ഥാനത്തോടെ കഥയുടെ ക്ലൈമാക്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി മനുഷ്യരുടെ പോരാട്ടമല്ല, ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലാണ്. അധർമ്മപുത്രന്റെയും അവന്റെ ദുർഭരണത്തിന്റെയും അന്ത്യം കുറിക്കുന്ന അന്തിമവിധി. വിശ്വസിക്കുന്നവരുടെ കഷ്ടപ്പാടുകൾക്ക് മറുപടിയായി ക്രിസ്തു അവരെ രക്ഷിക്കാൻ സ്വർഗ്ഗത്തിൽ നിന്നൊരു വലിയ സൈന്യത്തെ തന്നെ അയക്കുകയാണ്. 64,000 മാലാഖമാർ. ഒന്നാലോചിച്ചു നോക്കൂ. ഓരോ മാലാഖയ്ക്കും 6 ചിറകുകളുണ്ടെന്നും പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പോരാട്ടത്തിന്റെ ഗൗരവം ഈ സംഖ്യകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാലാഖാ സൈന്യം വരുന്നത് കാണുമ്പോൾ അവസാനത്തെ ഒരു പിടിവള്ളി എന്ന നിലക്ക് അധർമ്മപുത്രൻ ഒരു ശ്രമം കൂടി നടത്തുന്നു. അവൻ വിശ്വാസികളെ പിന്തുടരും. ഇതോടെയാണ് സ്വർഗവും തിന്മയും തമ്മിലുള്ള ആ അവസാനത്തെ വലിയ യുദ്ധം തുടങ്ങുന്നത്. യുദ്ധം കഴിഞ്ഞ് ഏലിയാവും ഹാനോക്കും അവസാനമായി ഒരിക്കൽ കൂടി അവന്റെ മുന്നിൽ വരും. അവന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്നത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തീയിൽ ഐസുരുങ്ങുന്നതുപോലെ, ശ്വാസം കിട്ടാത്ത പാമ്പിനെപ്പോലെ അവൻ അവരുടെ മുന്നിൽ വെച്ച് ഒന്നുമല്ലാതായിത്തീരും. അതോടെ അവന്റെ കഥ കഴിയും. തിന്മയുടെ അവസാനത്തോടെ എല്ലാം അവസാനിക്കുന്നില്ല, പകരം ഒരു പുതിയ തുടക്കമാണ്. ഈ ഭൂമി അഗ്നിയിൽ ശുദ്ധീകരിച്ച് പുതിയൊരെണ്ണമായി മാറും. അതിനുശേഷം 1000 വർഷം നീണ്ടുനിൽക്കുന്ന ക്രിസ്തുവും വിശുദ്ധരും ഒന്നിച്ചുള്ള ഒരു സമാധാനത്തിന്റെ ഭരണകാലം വരും. ഇതോടെ ഈ പ്രവചനത്തിന് ഒരു ശുഭപര്യവസാനമാകുന്നു. അപ്പോ ഇതാണ് ഏലിയാവിന്റെ വെളിപാട് എന്ന ആ പ്രവചനം. ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനു മുന്നിൽ നിർത്തുന്നുണ്ട്. അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഇത്രയും വിശദമായിട്ടുള്ള ഈ വിവരണങ്ങൾ ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് ശരിക്കും എന്തായിരിക്കും നൽകുന്നത്? ഒരുപക്ഷെ എത്ര വലിയ കഷ്ടപ്പാടുകൾ വന്നാലും അവസാനം നന്മ ജയിക്കുമെന്നുള്ളൊരു പ്രത്യാശയായിരിക്കുമോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?